ഹലോ ഗൈസ്, ഇന്ന് December 31. ഞാൻ ഈ ഭാഗമൊക്കെ ആയിട്ട് എങ്ങോട്ടാണെന്നറിയോ? ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് പോവാ. എവിടെയാണെന്ന് വെച്ചാൽ ദേ ഇവിടെ. വേറെ എവിടെയല്ല, ഞങ്ങളുടെ കോളേജിൽ NSSന്റെ ക്യാമ്പ് നടക്കാണ്. കോതമംഗലത്ത് തോളയിലുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ക്യാമ്പ് നടക്കുന്നത്. എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ സ്കൂളിലെത്തി ക്യാമ്പ് ഓഫീസിൽ ചെന്നപ്പോൾ നമ്മുടെ ഒരു സ്റ്റുഡന്റും അതുപോലെ പ്രോഗ്രാം ഓഫീസറുമായിട്ടുള്ള നമ്മുടെ അലീന മിസ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. സ്റ്റുഡൻസ് എല്ലാവരും ട്രക്കിങ്ങിന് പോതായിരുന്നു. അപ്പൊ ഞാൻ ചെന്നതുകൊണ്ട് എനിക്കൊരു ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അടുക്കള വശത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ തീയൊക്കെ കൂട്ടി ചായ അല്ല എനിക്കൊരു കട്ടൻ കാപ്പി ഇട്ട് തന്നു. അങ്ങനെ ഞാൻ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിരുന്നപ്പോൾ നമ്മുടെ അടുത്ത ഡ്യൂട്ടിയിലുള്ള ആളെത്തിയിട്ടുണ്ട്. ഇനി ഒരാളോടെ എത്താറുണ്ട്, നമ്മുടെ സ്വന്തം ബിബ്ലി മിസ്. ബിബ്ലി മിസ്സിന് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും ബിബ്ലി മിസ്സിന് ലാൻഡ് ചെയ്തു. അങ്ങനെ വൈകുന്നേരം ഒരു 7:30 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ട്രക്കിങ്ങിന് പോയ കുട്ടിപ്പട്ടാളം എല്ലാവരും കൂടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവര് ട്രക്കിങ്ങിനാണോ പോയത് അതോ ട്രിപ്പിനാണോ പോയത് സംശയമാണ്. അങ്ങനെ ഞങ്ങൾ ടീച്ചേഴ്സ് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സെറ്റ് പിരിവുകാരെത്തുന്നത്. ഇപ്പൊ കണ്ടത് ന്യൂ ഇയറിന് പടക്കം വാങ്ങിക്കാനുള്ള പൈസ പിരിവും അതോടൊപ്പം പൈസ കൊടുത്തതിൻ്റെയുള്ള സന്തോഷ പ്രകടനമാണ്. അങ്ങനെ പിരിവാരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എന്നാ പിന്നെ ഞങ്ങൾ ഓർത്തു അടുക്കള വരെ ഒന്ന് പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വൈകുന്നേരത്തെ അത്താഴത്തിനുള്ള തിരക്കിട്ട പണികളാണ്. ഞങ്ങൾ സവോള തൊണ്ടുപിടിക്കാനൊക്കെ കൂടി. പക്ഷെ NSSന്റെ ക്യാമ്പ് ആയതുകൊണ്ട് തന്നെ ഇത് കുട്ടികളുടെ ഡ്യൂട്ടിയാണ്. ഓരോ ദിവസം ഓരോ ടീം ഇതുപോലെ കിച്ചൺ ഡ്യൂട്ടി ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് ചിക്കൻ കറിയും തേങ്ങാച്ചോറുമായിരുന്നു. കാരണം വേറൊന്നുമല്ല, ന്യൂ ഇയർ ആണ്. ന്യൂ ഇയറിന് സ്പെഷ്യൽ ആയിട്ട് ഇന്ന് തേങ്ങാച്ചോറും ചിക്കൻ കറി. അങ്ങനെ അടുക്കളയിൽ തകൃതിയായിട്ട് പണികൾ നടക്കുമ്പോൾ ഏകദേശം ഒരു 10:00 ആയപ്പോൾ കൾച്ചറൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ പല രീതിയിലുള്ള കലാപരിപാടികളും പണിഷ്മെന്റും ഒക്കെ ആയിട്ട് രസമായിരുന്നു കണ്ടിരിക്കാനായിട്ട് തന്നെ കേട്ടോ. ശരിക്കും ഇതുപോലുള്ള ക്യാമ്പിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇതുപോലുള്ള കൾച്ചറൽ പ്രോഗ്രാംസും അതുപോലെ ഗെയിംസ് ഒക്കെയാണ് കുട്ടികളുടെ സ്റ്റേജ് ഫിയർ മാറാനും കുറച്ചുകൂടെ അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. പറഞ്ഞതുപോലെ കണ്ടിരുന്നാൽ മാത്രം പോരല്ലോ, നമുക്കും കിട്ടിയ ഒരു ടാസ്ക്. അതെ, ഡാൻസ് കളിക്കുക എന്നുള്ളതായിരുന്നു കുട്ടികൾ എന്ന ടാസ്ക്. മിസ്സിന്റെ വ്ളോഗാണ്. ഇവിടെ കുറച്ചധികം പണിയുണ്ടെങ്കിലും നിങ്ങൾക്ക് ലൈഫിൽ ഉപകരിക്കുക. ഇങ്ങനെയുള്ള ക്യാമ്പുകളും ഇവിടെ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യുക, കുറേ അധികം എക്സ്പീരിയൻസ് ആയിട്ട് പോവുക. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമുക്ക് കിട്ടിയ ടാസ്കൊക്കെ നമ്മൾ ഗംഭീരമായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓരോ ടീമിൻ്റെ സ്പോർട്ട് ഡാൻസ് ആയിരുന്നു. ഒന്നിനൊന്നും വെച്ചെന്ന് വേണം പറയാനായിട്ട്. ഭയങ്കര എൻജോയ് ചെയ്ത് അവർ കളിക്കുന്ന കാണുമ്പോൾ നമുക്കും അവരുടെ കൂടെ കളിക്കാൻ തോന്നുന്ന രീതിയിലായിരുന്നു അവരുടെ എനർജി. അങ്ങനെ കൾച്ചറൽ പ്രോഗ്രാമിന്റെ അവസാനം നമ്മളെല്ലാവരും കൂടി പാട്ടിന് ഡാൻസ് കളിച്ചു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. കൾച്ചറൽ പ്രോഗ്രാം തീരുമ്പോൾ ഏകദേശം 11:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് തന്നെ ന്യൂ ഇയർ സെലിബ്രേഷനാണ്. അങ്ങനെ ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടിയിട്ട് കുട്ടികളെല്ലാവരും തന്നെ സ്കൂളിലെ ഗ്രൗണ്ടിലാണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയൊരു വർഷാരംഭം ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യാശയുടെ ഒരു പ്രകാശം തെളിയിച്ചുകൊണ്ട് ഈ വർഷം തുടങ്ങാമെന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ തിരികൾ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ തിരികളൊക്കെ കത്തിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അതിനുശേഷം January 1 ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന 2 കുട്ടികളുണ്ടായിരുന്നു. നമുക്ക് അവരുടെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ അങ്ങോട്ട് കുട്ടികളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരുന്നു. ഊത്തിരി, കമ്പിത്തിരി, മത്താപ്പ് തൊട്ട് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് എന്താണെങ്കിലും അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം ഞാനും വളരെയധികം എൻജോയ് ചെയ്തു. കാരണം ന്യൂ ഇയറിന് അങ്ങനെ ഞാൻ എവിടെയും പുറത്തു പോയി സെലിബ്രേറ്റ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ NSS ക്യാമ്പിലായതുകൊണ്ട് മാത്രം ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 2 മണി കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനായിട്ട് പോകുമ്പോഴാണ് 2 അതിഥികളെ കാണുന്നത്. അപ്പോൾ നമ്മളിന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഏകദേശം വെളുപ്പാങ്കാലത്ത് 3:30 മണി സമയമായിട്ടുണ്ടായിരുന്നു. നേരെ കെട്ടിടന്ന് തുടങ്ങി. ഇത് രാവിലത്തെ വിഷലാണ്. ഞങ്ങൾക്ക് രാവിലെ 9 മണി വരെയായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. രാവിലെ ഒരു 6:30 ആയപ്പോഴത്തേക്കും ഞാൻ എണിച്ച് ഒന്ന് ഫ്രഷപ്പായി. എല്ലാവരും ഇന്നലെ ലേറ്റായിട്ട് കിടന്നുറങ്ങിയതുകൊണ്ട് തന്നെ ഇന്ന് 10:30 അവർക്ക് അസംബ്ലിയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. വൈകാതെ തന്നെ നമ്മുടെ ബിബിലി മിസ് എണീറ്റ് വന്നു. നമ്മുടെ സ്കൂളിന്റെ മുന്നിലായിട്ട് ഒരു കുരിശുപള്ളി ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ചെന്ന് ഒന്ന് പ്രാർത്ഥിച്ചു
1-ാം തീയതി ഒക്കെ ആണല്ലോ, ഒരു നല്ല ശീലത്തോടു കൂടി അങ്ങ് തുടങ്ങിയേക്കാവുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ കിച്ചൺ ടീമിനെ ഒന്ന് വിസിറ്റ് ചെയ്തു. അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലുള്ള തിരക്ക് പിടിച്ച പണി. അപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികൾ നമുക്ക് രാവിലത്തെ കട്ടൻകാപ്പി ആയിട്ട് വന്നു. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് കട്ടൻകാപ്പിയൊക്കെ മേടിച്ച് കുടിച്ചതിന് ശേഷം ഏകദേശം ഒരു 9 മണി സമയമായപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ന്യൂ ഇയർ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, ഹാപ്പി ന്യൂ ഇയർ.